ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ ഏറ്റവും നല്ല രുചിയുള്ളതും ശരീരത്തിന് വളരെയധികം ആരോഗ്യപ്രദവുമായ ഒരു വെറൈറ്റി കറി ഉണ്ടാക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു 3 ബീറ്റ്റൂട്ട് അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് നമുക്ക് നോക്കാം. ചെറുതായിട്ട് മുറിച്ചെടുത്ത ബീറ്റ്റൂട്ട്, 2 തക്കാളിക്ക് അരിഞ്ഞത്, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സവാള അരിഞ്ഞെടുത്തത്, 1 ടീസ്പൂൺ ചാട്ട് മസാല, 5 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചത്, 1 പച്ചമുളക് കീറിയെടുത്തത്, പിന്നെ മല്ലിയില, 1 കഷ്ണം നാരങ്ങ മുറിച്ചത്. അത് നമുക്ക് പിഴിഞ്ഞ് അതിൻ്റെ ചാറെടുക്കണം. ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത്. അതുണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട്. അത് ചൂടായി സ്വല്പം അതിൽ ഒരു 2 സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയുടെ ആ പച്ചമണം മാറുമ്പോഴേക്കും നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിരുന്ന ആ ഇഞ്ചി വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ആ പച്ചമണം മാറി കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ആ ബീറ്റ്റൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീറ്റ്റൂട്ട് എല്ലാവർക്കും കഴിക്കാൻ നല്ലതാണ്. അത് എല്ലാവിധ അസുഖക്കാർക്കും അത് കഴിക്കാൻ ഏറ്റവും നല്ലതാണ്. നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് ചെറിയ തീയിൽ വെച്ചിതൊന്ന് വരട്ടിയെടുക്കാം. ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും വെയിറ്റ് കുറയ്ക്കാനും ഒക്കെ ഇത് വളരെയധികം നമ്മളെ സഹായിക്കുന്നതാണ്. ബീറ്റ്റൂട്ട് വഴന്ന് വരുന്നുണ്ട്. ചെറിയ തീയിൽ വെച്ച് വേണം നമ്മളത് വഴറ്റിയെടുക്കാൻ. എന്നിട്ട് ഇനി നമുക്കിതൊരു 2 മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ബീറ്റ്റൂട്ട് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. നമ്മളിപ്പോൾ കോരി എടുത്തു കഴിഞ്ഞ് നമുക്കിനി ആ എണ്ണയിൽ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ടൊമാറ്റോ നല്ലതുപോലെ വഴന്ന് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ കീറി വെച്ചിരുന്ന ആ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. ഇത് വഴന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 കപ്പ് തൈര് ഇട്ട് കൊടുക്കാം. ഞാനിത് പറയാൻ മറന്നു പോയതായിരുന്നു. നല്ല കട്ട തൈര്, പുളി കുറഞ്ഞ തൈര് ഇട്ട് കൊടുത്ത് അത് നമുക്ക് ഇതിലേക്ക് യോജിപ്പിച്ചു. പുളി കുറഞ്ഞ തൈരാണ് ബീറ്റ്റൂട്ട് കറിക്ക് നല്ല ടേസ്റ്റായിട്ടുള്ളത്. പിന്നെ നമ്മൾ നാരങ്ങാ നീര് ചേർക്കുന്നതുകൊണ്ട് നല്ല ഒരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. തൈര് നമുക്ക് നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ കൂടാനും അസ്ഥിക്കൊക്കെ നല്ല ബലം കിട്ടുവാനും നമ്മളെ സഹായിക്കും. അതെല്ലാം കൂടി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ചാട്ട് മസാല ഇട്ട് കൊടുക്കാം. മസാലയെല്ലാം നല്ല പാകമായിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് കോരി വെച്ചിരുന്ന ആ ബീറ്റ്റൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വറുത്ത് കോരിയതെല്ലാം നമ്മൾ വഴറ്റി എണ്ണയ്ക്കകത്ത് വഴറ്റി കോരിയതാണ്. അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി നന്നായിട്ട് ഇളക്കി നമുക്കിത് ഒരു 5 മിനിറ്റ് നേരം അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ബീറ്റ്റൂട്ടിൻ്റെ കറി ഇവിടെ വെന്ത് വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് നാരങ്ങാ നീരൊഴിച്ച് കൊടുക്കാം.
ഇത് നമുക്ക് ചപ്പാത്തി, ചോറ്, പൂരി ഇതിൻ്റെ എല്ലാം കൂടെ കഴിക്കുവാൻ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതിനൊരു മധുരവും പുളിയും എല്ലാം കൂടി ചേർന്ന ആ നാരങ്ങാ നീരൊക്കെ ഒഴിച്ചതുകൊണ്ട് വളരെ നല്ല ടേസ്റ്റുള്ളതാണ്ട് കുട്ടികൾക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. ഇനി നമ്മൾക്ക് ഗ്യാസ് ഓഫാക്കാം. ഇപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതുമാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.